Hi students, today I am discussing chapter 3 of operation management, that is capacity planning. It is the second part of our third chapter. In this video we discuss what is capacity planning, what are the long term and short term strategies, and capacity planning process. As we already discussed, capacity planning is an important function of operation management. Operation manager is an important responsibility of production department. Effective management of capacity is the most important responsibility of production management, and production managers are more concerned about the capacity for the ഫോളോയിങ് റീസൺസ്. അതായത് പ്രൊഡക്ഷൻ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാരണം? ദേ ആർ മോർ കൺസേൺഡ് അബൌട്ട് ദി കപ്പാസിറ്റി ഡിസിഷൻ. അപ്പോൾ ഒരു കപ്പാസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വളരെ കൺസേൺഡ് ആണ്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് വൺ, സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് നീഡഡ് ടു മീറ്റ് ദി കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഇൻ ടൈം. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കറക്റ്റ് സമയത്ത് മീറ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? നല്ല കപ്പാസിറ്റി, കറക്റ്റായിട്ട് നമുക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എന്നാലാണ് കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ എന്താണ്? കപ്പാസിറ്റി എഫക്ട്സ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കപ്പാസിറ്റി എഫക്ട് ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം. കപ്പാസിറ്റി ക്രിയേഷൻ റിക്വയർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ കോസ്റ്റിനെ ബാധിക്കുന്നുണ്ട്, ടൈമിങ്ങിനെ ബാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഷെഡ്യൂളിനെ ബാധിക്കുന്നുണ്ട്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം കപ്പാസിറ്റി പ്ലാനിങ് എന്താണെന്നാണ്. കപ്പാസിറ്റി പ്ലാനിങ്, ഇവിടെ തേർഡ് ലൈൻ നോക്കാം. കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രഡിക്റ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദ ലോങ് ടേം ആൻഡ് ദി ഷോർട്ട് ടേം capacity needs of an organization and determining how these needs will be satisfied. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്രഡിക്റ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കപ്പാസിറ്റി നീഡ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം കപ്പാസിറ്റി നീഡ്സ് എന്താണ്, ലോങ് ടേം കപ്പാസിറ്റി നീഡ്സ് എന്താണെന്ന് മുൻകൂട്ടി അറിയുക, അതേപോലെ ഡിറ്റർമിൻ ചെയ്യുക. ദെൻ അതെങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും, ഈ നീഡ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ്, ലോങ് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജീസ്. ലോങ് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജി റിക്വയർമെൻറ്റ് നമ്മൾ രണ്ട് രീതിയിൽ നോക്കാം. ലോങ് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജി, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ദ ലോങ് ടേം സ്ട്രാറ്റജി requirements because the future demand and are difficult to predict. കാരണം നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജി പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ്. ദെൻ ലോങ് ടേം കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരുപാട് മാർക്കറ്റിംഗ് പ്ലാൻസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ലൈഫ് സൈക്കിൾ, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും. So long-term capacity planning is related with the accommodation of major change that affect the overall level of output and long run. In long run, അത് കുറേ വർഷത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് എഫക്റ്റ് ഓവറോൾ ഓർഗനൈസേഷനിൽ ഓവറോളായിട്ട് ചേഞ്ചസ് വരുന്നൊരു കാര്യമാണ് ഈ ലോങ് ടേം കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ വളരെ ലോങ് ടേം എഫക്റ്റീവ്നെസ് ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് എ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഡിസൈനിങ് ഇംപ്ലിമെൻറ്റിങ് ഓഫ് ലോങ് ടേം കപ്പാസിറ്റി പ്ലാൻസ്. ലോങ് ടേം കപ്പാസിറ്റി പ്ലാൻസ് തയ്യാറാക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദ പാരാമീറ്റേഴ്സ് ഫോർ ലോങ് റേഞ്ച് കപ്പാസിറ്റി ഡിസിഷൻസ് എന്തെല്ലാമാണ് ശ്രദ്ധിക്കാനുള്ളത്? മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. നമ്മൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്, ഒന്നിലധികം പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ പ്രൊഡക്റ്റിനും ലൈഫ് സൈക്കിൾ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടില്ലേ മാർക്കറ്റിങ്ങിൽ? അപ്പോൾ അതിൽ ഓരോ പ്രൊഡക്റ്റിനും ലൈഫ് സൈക്കിൾ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിളുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും നല്ല ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മൾ ആ കപ്പാസിറ്റി അതിനനുസരിച്ചിട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിക്കുള്ള പ്ലാനിങ് തയ്യാറാക്കുക. ദെൻ
ഇൻക്രീസ് ചെയ്യാനുള്ള അതേപോലെ ദെൻ മറ്റേ പ്രൊഡക്റ്റിന് ഡിമാൻഡ് വരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെയും കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഫേസിങ് ഇൻ കപ്പാസിറ്റി, ഇനി നമ്മൾ ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ നമ്മുടെ ഈ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയ കാരണം ചിലപ്പോൾ നമുക്ക് ഇൻഡസ്ട്രീസ് തന്നെ പൂട്ടേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചില പ്രൊഡക്റ്റുകൾ എന്താണ് നല്ല ടെക്നോളജി യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ചേഞ്ചസ് വരുന്നതാണ്. പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് മാറ്റം വരില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ എത്തിക്കണം. നമുക്കത് കപ്പാസിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റ് ആ പുതിയൊരു ടെക്നോളജി ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ടെക്നോളജി വെച്ചിട്ടുള്ള ആ പ്രൊഡക്റ്റുകളൊക്കെ അതപ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കണം. കാരണം അതിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ടെക്നോളജിയിൽ. പിന്നീട് നമ്മുടെ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഫേസിങ് ഇൻ കപ്പാസിറ്റി. നെക്സ്റ്റ് ഫേസിങ് ഔട്ട് കപ്പാസിറ്റി. അത് ഔട്ട്ഡേറ്റഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് കോസസ് എക്സസീവ് പ്ലാന്റ് ക്ലോഷേഴ്സ്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഔട്ട്ഡേറ്റഡ് ആയി മാറണം, നമുക്ക് അതിനി ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം പല പ്ലാന്റും അടച്ചു പൂട്ടേണ്ടി വരും. ഇതിന് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ ഈ ഫേസിങ് ഔട്ട് കപ്പാസിറ്റി കാരണം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മാനുഫാക്ചറിങ് ഫെസിലിറ്റി വളരെ പഴയതായത് കാരണം തന്നെ നമുക്ക് കമ്പനികളും പൂട്ടേണ്ടി വരും. ഇത് നമ്മുടെ എംപ്ലോയീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, സൊസൈറ്റീനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫേസിങ് ഔട്ട് ഓപ്ഷൻസ് മേക്സ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഫോർ മെൻ ലൈക്ക് ഷിഫ്റ്റിംഗ് ദം ടു അനദർ ജോബ്. അപ്പം ഇങ്ങനെ ഫേസിങ് ഔട്ട് കപ്പാസിറ്റി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു ഇതിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക. എംപ്ലോയീസിനെ വേറൊരു ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ മറ്റൊരു വർക്കിലേക്ക് അവരെ മാറ്റുക. അപ്പോൾ ലോങ് ടേം കപ്പാസിറ്റി പ്ലാനിങ് ഇതൊക്കെയാണ്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്, ഫേസിങ് ഇൻ കപ്പാസിറ്റി, ഫേസിങ് ഔട്ട് കപ്പാസിറ്റി. നെക്സ്റ്റ് ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജീസ് ആണ്. അനദർ ടാസ്ക് ഇൻ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു ഡെവലപ്പ് ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജീസ്. അത് പ്രധാനപ്പെട്ടതാണ്, ഷോർട്ട് ടേം സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അവിടെ മാനേജേഴ്സിനൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ് എന്താണെന്നൊക്കെ. ഒരു നിയർ ഫ്യൂച്ചറിൽ അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിയർ ഫ്യൂച്ചറിൽ എന്താണ് ഡിമാൻഡ് എന്ന് അറിയാൻ സാധിക്കും. മാനേജേഴ്സ് ദെൻ കമ്പയർ റിക്വയർമെൻറ്റ്സ് വിത്ത് ദ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ആൻഡ് ദെൻ ടേക്സ് ഡിസിഷൻ ആസ് ടു വെൻ ദ കപ്പാസിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ നീഡഡ്. അപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഇപ്പോൾ നിലവിലുള്ള കപ്പാസിറ്റി വെച്ചുകൊണ്ട് ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കാം, എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന്. അതാണ് ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരണം. ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ബി റിക്വയർഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ കൺവേർഷൻ പ്രോസസ് ലൈക്ക് വെദർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർ ലേബർ ഇൻറ്റൻസീവ്. അപ്പം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ മെഷീൻസ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയീസിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും. ദെൻ പ്രൊഡക്റ്റ് നമ്മൾ ഇൻവെൻട്രിയിൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോസസ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ ഫെസിലിറ്റി. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് നമ്മുടെ പ്രോസസ്സെങ്കിൽ അവിടെ ഫിസിക്കൽ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഒക്കെ അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഷോർട്ട് ടേം കപ്പാസിറ്റി ക്യാൻ ബി മോഡിഫൈഡ് ബൈ ഓപ്പറേറ്റിംഗ് ദീസ് ഫെസിലിറ്റീസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഫെസിലിറ്റീസൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും ഷോർട്ട് ടേം കപ്പാസിറ്റിയിൽ. ഇനി ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജി. ഇൻവെൻട്രീസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡ്യൂറിങ് ദ സ്ലാക്ക് പീരിയഡ് ടു മീറ്റ് ദ ഡിമാൻഡ് ഡ്യൂറിങ് ദ പീക്ക് പീരിയഡ്. ഇവിടെ നമ്മൾ ഇൻവെൻട്രിയാണ് ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി പറയുന്നത്. അതായത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ഡിമാൻഡ് കുറയുന്ന സമയത്തുള്ള ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെക്കുക. ബാക്ക്ലോഗ്സ്, ഡ്യൂറിങ് പീക്ക് പീരിയഡ്സ് ദ വില്ലിംഗ് കസ്റ്റമേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു വെയിറ്റ് ആൻഡ് ദെയർ ഓർഡേഴ്സ് ആർ ഫുൾഫിൽഡ് ആഫ്റ്റർ പീക്ക് ഡിമാൻഡ് പീരിയഡ്. ഇനി ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമുക്കറിയാവുന്ന കസ്റ്റമേഴ്സിനെ, വില്ലിംഗ് ആയ കസ്റ്റമേഴ്സിനെ, വെയിറ്റ് ചെയ്യാൻ തയ്യാറാവുന്ന കസ്റ്റമേഴ്സിനോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുക. എന്നിട്ട്
നമ്മൾ എമർജൻസി ഉള്ളവർക്ക് ആദ്യം സപ്ലൈ ചെയ്ത് വില്ലിംഗ് ആയ കസ്റ്റമേഴ്സിന് ആ പീക്ക് പീരീഡിന് ശേഷം സപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കപ്പാസിറ്റി. ദെൻ എംപ്ലോയ്മെൻറ്റ് ലെവൽ, ഹയർ അഡീഷണൽ എംപ്ലോയീസ് ഡ്യൂറിങ് ദ പീക്ക് ഡിമാൻഡ് പീരിയഡ് ആൻഡ് ലേ ഓഫ് എംപ്ലോയീസ് വിത്ത് ഡിമാൻഡ് ഡിക്രീസസ്. ഇനി ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് നമ്മൾ കൂടുതൽ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക, കുറയുന്ന സമയത്ത് എംപ്ലോയീസിനെ കുറയ്ക്കുക. എംപ്ലോയി ട്രെയിനിങ്, ഡെവലപ്പ് മൾട്ടി സ്കിൽഡ് എംപ്ലോയീസ് ത്രൂ ട്രെയിനിങ് സോ ദാറ്റ് ദേ ക്യാൻ ബി റൊട്ടേറ്റഡ് എമംഗ് ഡിഫറെൻറ്റ് ജോബ്സ്. ഇനി നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക, ഒരുപാട് സ്കില്ല് കൂടുതൽ മൾട്ടി സ്കില്ലുള്ള എംപ്ലോയീസിന്, അതായത് അവർക്ക് ഡിഫറെൻറ്റ് ജോബിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൾട്ടി സ്കിൽഡ് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. സബ് കോൺട്രാക്റ്റിംഗ്, ഡ്യൂറിങ് പീക്ക് പീരിയഡ്സ് ഹയർ ദ കപ്പാസിറ്റി ഓഫ് അതർ ഫേംസ് ടെമ്പററിലി ടു പ്രൊഡക്റ്റ് ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് നല്ല ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ഫേമുകളിലെ തൽക്കാലം ടെമ്പററി ആയിട്ട് അവരുടെ പ്രൊഡക്റ്റ് കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ എന്തെങ്കിലും കമ്പോണൻസ് സ്പെയർ പാർട്സൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. സബ് കോൺട്രാക്റ്റിംഗ്. പ്രോസസ് ഡിസൈൻ, ചേഞ്ച് ദ ജോബ് കണ്ടൻറ്റ് ബൈ റീഡിസൈനിങ് ദ ജോബ്. പിന്നെ നമ്മൾ ജോബിൻ്റെ കണ്ടൻറ്റിൽ മാറ്റം കൊണ്ടുവരിക, അതായത് ജോബ് റീഡിസൈൻ ചെയ്യുക. ഇതൊക്കെയാണ് ഷോർട്ട് ടേം കപ്പാസിറ്റി സ്ട്രാറ്റജീസ്. ഇനി പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. ദ പ്രോസസ് ഇൻവോൾവ് there are first process, the process involved in capacity planning. First one, demand forecasting. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, ഏത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ഏത് സർവീസ് നമ്മൾ നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മാനേജേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് എന്നാലേ നമുക്ക് എത്രത്തോളം റിസോഴ്സസ് ആവശ്യമുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ മാർക്കറ്റ് ട്രെൻഡ്, ടെക്നോളജിക്കൽ ചേഞ്ച്, ഇതെല്ലാം കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യണം. അപ്പം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ് പ്രധാനം. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്ര വരും, അതിനനുസരിച്ച് വേണം നമ്മൾ കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ. Second one, capacity decision. The demand forecasting of goods and services then must be translated into a measure of capacity needed. അപ്പോൾ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് എന്ത് ചെയ്യണം, നമ്മളതൊരു കപ്പാസിറ്റി ആയിട്ട് മെഷർ ചെയ്യുക, ഒരു മെഷർമെൻറ്റിലേക്ക് അതിനെ കൊണ്ടുവരണം നമ്മുടെ ഡിമാൻഡിനെ. On the basis of forecasting of demand for products, organizations will be able to determine the various resources needed for the product producing such goods. ഈ ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് റിസോഴ്സസ് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണ് ഗുഡ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ രണ്ടാമത്തെയാണ് കപ്പാസിറ്റി ഡിസിഷൻ. മൂന്നാമത്തെ ഫെസിലിറ്റീസ് പ്ലാനിങ്, അതായത് നമുക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്, നെസസറി ഫെസിലിറ്റി ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ്. നമ്മൾ സെലക്ട് ചെയ്ത ഗുഡ്സിന് എന്തെല്ലാം ഫെസിലിറ്റി വേണമെന്ന് തീരുമാനിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ എക്സ്പാൻഷനാണോ കോൺട്രാക്ഷനാണോ, എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അതേപോലെ പുതിയ ഫെസിലിറ്റീസ്, അഡീഷണൽ ഫെസിലിറ്റി കൊണ്ടുവരണോ എന്നൊക്കെ ഈ ഫെസിലിറ്റി പ്ലാനിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഫൈനലി, ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് പ്ലാൻ ഷുഡ് ബി പ്രോപ്പർലി ഇവാലുവേറ്റഡ്. നമ്മുടെ മുന്നിൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, അതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഒരുപാട് ചോയ്സസ് ഉണ്ടായിരിക്കും. ദ ഫീസിബിലിറ്റി ഓഫ് പ്ലാൻസ് അലോങ് വിത്ത് ദ എക്കണോമിക് ഇമ്പാക്ട് നീഡ്സ് ടു ബി അനലൈസ്ഡ്. നമ്മൾ എത്രത്തോളം ഫീസിബിളാണ്, നമ്മുടെ എക്കണോമിക് ഫെസിലിറ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിസോഴ്സസ്, ഇതെല്ലാം നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ സ്റ്റഡി ചെയ്യണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, കപ്പാസിറ്റി പ്ലാനിങ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ. ഇമ്പോർട്ടൻസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. കപ്പാസിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എബിലിറ്റീനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ കപ്പാസിറ്റി ഡിസിഷൻസ് ഹാവ് എൻ ഇമ്പാക്റ്റ് ഓൺ ദ എബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ് ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഫ്യൂച്ചർ ഡിമാൻഡ് പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഫ്യൂച്ചറിലെ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ഏതിനനുസരിച്ചിരിക്കും, നമ്മുടെ കപ്പാസിറ്റി ഡിസിഷൻ അനുസരിച്ചിരിക്കും. നമുക്ക് നല്ല ഡിമാൻഡ് വന്നു, പക്ഷെ നമുക്ക് അത്രയും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായതല്ല, അല്ലേ? അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിമാൻഡിനനുസരിച്ചുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻസ് അതാണ് ഫസ്റ്റ്.
നമ്മുടെ എബിലിറ്റീനെ ആശ്രയിച്ചിരിക്കും ഓർഗനൈസേഷൻ്റെ. സെക്കൻഡ് വൺ, കപ്പാസിറ്റി ഡിസിഷൻ എഫക്റ്റ് ഓപ്പറേഷൻ കോസ്റ്റ്. കമ്പനിയുടെ ഓപ്പറേഷൻ കോസ്റ്റിനെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഡിമാൻഡ് മാച്ചായാൽ മാത്രമേ നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. പക്ഷേ പലപ്പോഴും അത് വരാൻ സാധ്യതയില്ല. അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഒരു ആക്ച്വൽ ഡിമാൻഡ് എക്സ്പെക്റ്റഡ് ഡിമാൻഡും ഒരുപാട് വേരി ചെയ്യാതെ നോക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒരു ബാലൻസ് ചെയ്യാൻ കോസ്റ്റും അതേപോലെ ഓവർ ആൻഡ് അണ്ടർ സപ്ലൈ കപ്പാസിറ്റി കൂടിയാലും കപ്പാസിറ്റി കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ കപ്പാസിറ്റി ഈസ് യൂഷ്വലി എ മേജർ ഇനീഷ്യൽ കോസ്റ്റ്. നമ്മുടെ കമ്പനി തുടങ്ങുമ്പോൾ വരുന്ന കോസ്റ്റിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കപ്പാസിറ്റി. അതുകൊണ്ട് കപ്പാസിറ്റി പ്ലാനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കപ്പാസിറ്റി ഡിസിഷൻസ് ക്യാൻ എഫക്റ്റ് കോമ്പറ്റീറ്റീവ്നെസ്. കമ്പനിയുടെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റി പ്ലാനിങ് റെഡ്യൂസ് കോംപ്ലക്സിറ്റി ഇൻ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കാൻ നമ്മൾ നല്ല രീതിയിൽ കപ്പാസിറ്റി പ്ലാൻ ചെയ്താൽ നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. ഫസ്റ്റ് വൺ, എഗ്രി ഓൺ കോമൺ ഡെഫിനിഷൻ ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. അതായത് നമുക്ക് കപ്പാസിറ്റി പ്ലാനിങ് പലപ്പോഴും പലരെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തർ. പക്ഷേ നമ്മളൊരു കോമൺ എഗ്രിമെൻറ്റിലെത്തണം, ഒരു ഫോർമൽ ഡെഫിനിഷനിലെത്തണം. ഫോർമൽ പ്രോസസ്സ് എന്തൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ് കപ്പാസിറ്റി പ്ലാനിങ് പ്രോഗ്രാം. സോ നമ്മുടെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ എത്തണം എന്നത്. അപ്പോൾ അതാണ് ഒരു കോമൺ ഡെഫിനിഷൻ. കപ്പാസിറ്റി പ്ലാനിങ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും എഗ്രിയിലെത്തണം ഓർഗനൈസേഷനിൽ. സെലക്ട് കപ്പാസിറ്റി പ്ലാനിങ് പ്രോസസ് ഓണർ. പിന്നെ ഒരു വ്യക്തിനെ നമ്മൾ റെസ്പോൺസിബിൾ ആക്കുക. അതായത് അദ്ദേഹമാണ് ഒരു ക്വാളിഫൈഡ് ഇൻഡിവിജ്വലിനെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുക. അദ്ദേഹമായിരിക്കും എല്ലാ സബ് ഗ്രൂപ്പുമായിട്ടും മറ്റുള്ള ഡിസൈൻ ഡെവലപ്പേഴ്സുമായിട്ടും ഒക്കെ അതായത് നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾ, ഡിസ്കസ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഒരാളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വാളിഫൈഡ് ആയ ആളെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ ഐഡൻറ്റിഫൈ ദ കീ റിസോഴ്സസ് ടു ബി മെഷേർഡ്. നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് എന്തൊക്കെയെന്ന് കണ്ടെത്തി അതൊക്കെ നമ്മൾ മെഷർ ചെയ്യണം. എന്തെല്ലാം റിസോഴ്സസ് ആവശ്യമുണ്ട് എന്ന് മെഷർ ചെയ്യണം. ദെൻ നാലാമത്തെ, കമ്പയർ കറണ്ട് യൂട്ടിലൈസേഷൻ ടു മാക്സിമം കപ്പാസിറ്റി. നെക്സ്റ്റ് പറയുന്നത് കമ്പനിയുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ നോക്കുക, മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മാക്സിമം കപ്പാസിറ്റിയുമായിട്ട് നമ്മൾ എത്രത്തോളം കപ്പാസിറ്റി നമുക്ക് ഉണ്ട് അതും ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പെർഫോമൻസും അവൈലബിൾ സെലക്റ്റഡ് കമ്പോണൻസ്, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് പെർഫോമൻസും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മെഷർ ചെയ്യണം. അതാണ് അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. 4 പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. ഒന്നാമത്തെ നമ്മളൊരു കോമൺ ഡെഫിനിഷനിൽ എത്തണം, എന്താണ് കപ്പാസിറ്റി പ്ലാനിങ്. ദെൻ ഒരു ഇൻഡിവിജ്വൽ ക്വാളിഫൈഡ് ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുക. ദെൻ ഐഡൻറ്റിഫൈ കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കീ ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് ടു ബി മെഷേർഡ്. നമ്മൾ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ് നമ്മുടെ കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത്, അത് നമ്മൾ മെഷർ ചെയ്യുക. ദെൻ നമ്മുടെ നിലവിലുള്ള കപ്പാസിറ്റി, അത് നമ്മുടെ മാക്സിമം നിലവിലുള്ള ഫെസിലിറ്റീസ് മെഷർ ചെയ്യുക. അതേപോലെ മാക്സിമം കപ്പാസിറ്റിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, ദീസ് ആർ പ്രിൻസിപ്പിൾസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്.